ഹലോ നമസ്കാരം, ജിജ സുരേന്ദ്രനാണ്. ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്ത് യൂട്യൂബിലിടാൻ ലേറ്റ് ആവുന്നുണ്ട്. കാരണം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അറിയാലോ, ഞാൻ ബാലികാ മന്ദിരത്തിലുള്ള മക്കൾക്ക് ആഹാരം കൊടുക്കാൻ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ആ മക്കൾക്ക് ആഹാരം പറ്റുന്ന രീതിയിൽ കൊടുത്തു വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയിരുന്നു. അത് 2 കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആയിട്ട് പോയതാണ്. അപ്പോൾ ഇനിയും അവിടെ ചെല്ലുമ്പോൾ ആ മക്കൾക്ക് നല്ല നല്ല ആഹാരങ്ങൾ കൊടുക്കാൻ നിങ്ങളെപ്പോലുള്ളവർ സഹായിക്കണമെന്ന് പറയാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം അവർക്ക് സാധാരണ ഭക്ഷണം കിട്ടുന്നുണ്ട്. അത് ഇങ്ങനെ ഓരോരുത്തർ സഹായിച്ചിട്ടാണ് നൽകുന്നത്. 64 കുട്ടികളുണ്ട് അവിടെ, കെയർടേക്കേഴ്സ് മൊത്തമുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ ഫുഡ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു 70 ഫുഡെങ്കിലും പോകണം, കൂടെയുള്ളവരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികൾ എന്നോട് ചോദിക്കുന്നത്, ചിക്കൻ കറി തരുമോ, ബിരിയാണി തരുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു വല്ലാത്തൊരു വേദന വരും. പാവം മക്കൾ, ആ കുട്ടികൾക്ക് എന്താ പറയട്ടെ, ഞാൻ പോകുമ്പോഴൊക്കെ തന്നെ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണം എന്നുള്ളൊരു കൊതിയാണ് എനിക്ക്. പക്ഷെ എന്നെക്കൊണ്ടും പറ്റുന്നില്ല, എപ്പോഴും കൊടുക്കാൻ എന്നെക്കൊണ്ടും പറ്റുന്നില്ല. നിങ്ങളൊക്കെ സഹായിച്ചാൽ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹായത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുകയാണ്, ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് നമ്പർ ഉണ്ട്. അപ്പോൾ അതിനാണ് നിങ്ങൾക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ ഇട്ട് തരണം. എങ്കിൽ മാത്രമേ എനിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ മക്കളെ പോയി കണ്ട് സ്നേഹം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് പാട്ടും പാടി അവരോടൊപ്പം കളിച്ചിട്ടാണ് ഞാൻ തിരിച്ച് വരാറ്. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് ആ മക്കൾ. എല്ലാം പെൺകുട്ടികളാണ്. എനിക്ക് മക്കളെ ഭയങ്കര കൊതിയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കോൾ വിളിച്ചിട്ട് അവരെന്നോട്, ആൻറ്റി എപ്പോൾ എത്തും, എത്ര മണിക്ക് എത്തും? ഞാൻ ചെല്ലുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചാൽ ഞാൻ വരുന്നത് വരെ എന്നോടൊപ്പം കളിക്കും. വരാൻ നേരത്തെ അവർക്ക് മൂഡ് ഓഫാണ്, വല്ലാത്ത സങ്കടമാണ് മുഖത്ത്. അപ്പോൾ എനിക്കും സങ്കടം വരും. പക്ഷെ എനിക്ക് ജോലിക്ക് പോയാലേ പറ്റുള്ളൂ. എനിക്ക് അന്നം കഴിയണ്ടേ, എൻ്റെ വീട് കഴിയണ്ടേ. ഞാനിത് ജോലി ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചു വരികയാണ്. പക്ഷെ അവിടുന്ന് ഇങ്ങനെ ഓരോ വരവിനും ഞാനിങ്ങനെ ഓർക്കും, ദൈവമേ കുറച്ചുകൂടി പൈസ ലോട്ടറിയൊക്കെ അടിച്ചിരുന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നല്ല നല്ല ഭക്ഷണം കൊടുക്കായിരുന്നു. പക്ഷേ ഇല്ല, ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ പോരല്ലോ, കയ്യിൽ കാശ് വേണ്ടേ. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിലോ, ഒരു കല്യാണം വരുന്നുണ്ടെങ്കിലോ, ആരെങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറിയോ, മക്കളുടെ ബർത്ത്ഡേ വരുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചാൽ അടിയന്തരത്തിന് ഇങ്ങനെ അന്നദാനം നൽകുമല്ലോ. അപ്പം അങ്ങനെ വല്ലതും വരുന്ന സമയത്ത് ഈ മക്കളെ ഓർക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആ അക്കൗണ്ടിലേക്ക് കാശിട്ട് തരിക, സഹായിക്കുക. നിങ്ങൾ സഹായിച്ചേ പറ്റുള്ളൂ. അല്ലാതെ ഈ മക്കൾക്ക് നല്ല ആഹാരം കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. നിങ്ങളെല്ലാവരും സഹായിക്കണം. അക്കൗണ്ട് നമ്പർ ഇതിലിടുന്നുണ്ട്. നിങ്ങളുടെ സഹായത്തിന് വേണ്ടി, നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി, നിങ്ങളുടെ എന്താ പറയുക, ഹൃദയം തുറന്ന സഹായത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ എന്നെ സഹായിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ആഹാരം നൽകാൻ പറ്റാത്തുള്ളൂ. ഈ 64 പെൺമക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ മക്കൾക്ക് നല്ല ആഹാരം നൽകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കൂടെ നിൽക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി അവരുടെ ഈ അക്കൗണ്ട് നമ്പർ ഇതിലിടുന്നുണ്ട്. അതിനകത്ത് നിങ്ങളുടെ പറ്റുന്ന സഹായം 100 രൂപയെങ്കിൽ 100 രൂപ നിങ്ങൾ ഇട്ട് തരണം. എനിക്ക് ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം നൽകണം. ഇനിയിപ്പോൾ വിഷു വരാൻ പോവുകയല്ലേ, അവർക്ക് നല്ല ഭക്ഷണം നൽകണ്ടേ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വൈകാതെ തന്നെ എല്ലാവരും ഈ വീഡിയോ കണ്ട ഉടനെ സഹായിക്കുക. ഓക്കെ, താങ്ക് യു. അത്രയ്ക്ക് നമ്മൾ ശരിക്കും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മേഡം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന, കാരണം മടിയിൽ പിടിച്ച് കിടത്തി ഉറക്കി താരാട്ട് പാട്ട് പാടി അവരോടൊപ്പം ഡാൻസും പാട്ടും കളിക്കുന്ന നല്ലൊരു വ്യക്തിയാണ്. കാരണം ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത്രയധികം കരുതുവാനും സ്നേഹിക്കുവാനും കാണിക്കുന്ന വലിയ മനസ്സിന്റെ ഉടമയാണ് നമ്മുടെ മധ്യയായിരിക്കുന്ന മേഡം. ദൈവം മേഡത്തിന് ഇനി അനുഗ്രഹിക്കട്ടെ. മേഡത്തിന് ഒരു പാട്ട് കേൾക്കണം, ഡാൻസ് കാണണം, അതൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കല്ലേ.
Got drunk off your love, and I lost myself again. You hit just like a drug. This time I won't let you in. You're playing with fire. No, I didn't numb the pain, but this time I won't collapse like I did yesterday. You broke my heart once again. I won't buy the dust in return. I can't give it, I can't give it, I won't give in this time. You broke my heart once again. Well, you're bad, but you're bad it for me. I can't give it, I can't give in. I've already run with the wolves. Far from the light of the day, I can't go back to you. I'm stronger today. Been to the dark side, I don't know. So if you wanna shoot far away, I won't go back to you. I'm stronger, I'm stronger, I'm stronger today. I'm stronger today. Tú tienes la pócima para enloquecerme, pero voy a draw the line. Que yo ya sé que es de ti. I got to stay away, got to stay away. Sé que como un trofeo quieres tenerme, pero I don't need no one. Que yo ya sé que es de ti. I got to stay away, got to stay away. No, 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 no,